വീഡിയോ എടുത്ത എനിക്ക് ദേഷ്യം വരും. അതുപോലെ വേണോ അമ്മ ആ വീട്ടിൽ വെച്ച് കൊല്ലണ്ടായിരുന്നു. കുട്ടികളുടെ മോറ് കൊണ്ടും അങ്ങനാക്കി ഇങ്ങനാക്കി നാറി. കുട്ടികൾ നമുക്ക് 1.5 ഇട്ട് കേൾക്കാം ഇത്. നിങ്ങളുടെ പൗലാണ് തൊപ്പിയിട്ട് കൊണ്ട് അഞ്ചു വരുമ്പോഴേ തൊപ്പിയൊക്കെ എടുത്തിട്ട് വരും. നാറി തൊട്ടാളി വേഗം തൊപ്പിയൊക്കെ എടുത്തിട്ട് വരും. തൊപ്പിട്ട് പോകണ്ടല്ലോ. അവൻ തൊപ്പിയിട്ടോണ്ടാണ് അവര് ചൊട്ടേനെ ചൊട്ടതല കാണാൻ രാജി അവർക്കൊന്നും. ഞാൻ പറയട്ടെ ഖദീജത്ത, ഞാൻ പറയട്ടെ, ഒരു ക്ഷമിക്കുന്നതിന് ഒരു പരിധിയുണ്ട്. ക്ഷമ ഈമാനിന്റെ പകുതിയാണ്. ഭൂമിയോളം ക്ഷമിക്കണം, ഒക്കെ ശരിയാണ്. ഒരു പെണ്ണിനിട്ടിട്ട് അല്ലെങ്കിൽ ഞാൻ കഷ്ടപ്പെടുന്നത് എന്റെ മക്കൾക്ക് വേണ്ടിയിട്ട്, എന്റെ കുടുംബം മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് ഞാൻ കഷ്ടപ്പെടുന്നത്. എന്റെ കുട്ടികളുടെ എഡ്യൂക്കേഷൻ വേറെ ഉള്ളത് എങ്ങനെയെങ്കിലും എന്റെ മക്കളിൽ ഇട്ടിട്ട് മുന്നിലേക്ക് എത്തിക്കണം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇതിന് വേണ്ടിയിട്ടാണ് ഞാൻ വണ്ടി ഓട്ടിക്കൊണ്ടിരിക്കുന്നത്. അതിന്റെ ഇടയിൽ എന്നെ പിച്ച് ചിന്താനും എന്നെ ഇതാക്കാനും നാണം ഇല്ലെന്ന് ഞാൻ ആലോചിക്കുന്നത്. ഇവന്മാർക്കൊന്നും നാണില്ലേ? ഒരു പെണ്ണിന്റെ പിന്നാലേക്ക് നടന്നിട്ട് ഇങ്ങനെ വീഡിയോ ചെയ്തിട്ടും ബാക്കിയുള്ളത് ചെയ്തിട്ടും പൈസ ഉണ്ടാക്കുന്ന ഇവന്മാർക്ക് നാണില്ലെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. അങ്ങനെ തിന്നാൻ ഉണ്ടാക്കിയിട്ട് എന്തിനാണ് ഇവന്മാര് ഉണ്ടാക്കുന്നത്? ഇത്രയും ആൾക്കാർ അല്ലെങ്കിൽ എത്രയോ ആൾക്കാർ വീഡിയോ ചെയ്യുന്നുണ്ട്, ഏതൊക്കെ തരത്തിലുള്ള വീഡിയോസ് ചെയ്യുന്നുണ്ട്. ഇവര് ഞാൻ 5 മക്കൾ, ഒരു പെണ്ണിന് ഒരു മക്കളിലെ ഇമ്മ മാത്രം പോയിട്ട് ഒട്ടിട്ട് ശരി നീ ആൺകുട്ടിയാണ്, നീ ഒരു പെണ്ണാണ്. ആണല്ലേ? പെണ്ണാണ്, പെൺകൂസനാണ്. ഒരു പെണ്ണിന്റെ എന്റെ നാട്ടുകാരനോടൊപ്പം വലിയ ആൾക്കാരനെ ഓടിക്കാം. എന്റെ നാട്ടുകാരനെ എന്റെ ഉമ്മ എന്റെ ആൾക്കാര് എടാ നിന്റെ നാട്ടില് കുറെ ആൾക്കാർ. എന്റെ ഉമ്മ എന്റെ നാട്ടിലെ വലിയ ആൾക്കാരെ ഉൾപ്പെടെ ഒതുക്കിയതാണ് എന്റെ ഉമ്മ. മോൻ പറയണതാട്ടോ അഭിമാനം. നിന്റെ നാട്ടിൽ ആൾക്കാരിനൊക്കെ നീ റെഡിയാക്കടാ, അല്ലെങ്കിൽ നിന്റെ നാട്ടിൽ കഷ്ടം അനുഭവിക്കുന്ന ഒരുപാട് പേരുണ്ട്, അവരിനൊക്കെ നീ ഒന്ന് കുറച്ച് സഹായിക്കടാ. അങ്ങനെയൊക്കെ നിന്റെ നാട്ടിൽ നീ ചെയ്യാം. അല്ലാണ്ട് എന്റെ നാട്ടിലെ ആൾക്കാരിന് എന്റെ നാട്ടുകാരിന് വേറെ എവിടെയോ കിടക്കുന്ന ആൾക്കാരെ കൂട്ടുപിടിക്കേണ്ട ആവശ്യം എന്താ എനിക്ക്? നാറിയേ എനിക്കൊരു ആളുണ്ടല്ലോ, ഭാര്യ ഉണ്ടല്ലോ. ഇപ്പോഴാണ് എന്റെ ചാനൽ അത്യാവശ്യം റീച്ച് ആയത്, അത്യാവശ്യം പൈസ കിട്ടാൻ തുടങ്ങിയത് ഇപ്പോഴാണ്. ഇതിന് മുന്നും ഷാജി പണിക്ക് പോയിട്ടുണ്ട്, ജീവിച്ചിട്ടുണ്ട്. ഇപ്പൊ അത്യാവശ്യം വരുമാന മാർഗ്ഗം ഞാൻ ഉണ്ടാക്കി. എല്ലാവരും കൂടി കൂട്ടിക്കട്ടെ, എല്ലാം വിജയിക്കട്ടെ. അവർ വിജയിക്കട്ടെ എന്ന് എനിക്ക് പറയാനുള്ളത്. അവർ വിജയിക്കട്ടെ. എന്റെ ചാനൽ കൂട്ടിച്ചിട്ട് അവന്മാർ എത്രയോ തെറി വിളിക്കുന്ന ആൾക്കാർ, എത്രയോ മോശം വീഡിയോസ് ഇടുന്ന ആൾക്കാരുണ്ട്. മോശം ചാച്ചില്ലേ കൊണ്ടുപോയി മോശം വീഡിയോസ് ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. ഇവരൊന്നും ചാനൽ കൂട്ടിക്കാണ്ടേ പിന്നെ രണ്ടാമത് തുടങ്ങിയിട്ടാണ് ഇപ്പൊ അവിടുത്തെ 2 ലക്ഷം സബ് ആയിരിക്കുന്നത്. ഇനിയിപ്പോ എന്റെ ചാനൽ കൂട്ടിച്ചാലേ എനിക്ക് കൂട്ടിച്ചിട്ട് ഉണ്ടാക്കട്ടെ അവര്. പിന്നെ അവള് കുറച്ച് നബിനെ കുറ്റം പറഞ്ഞു, പഠിച്ചോനില്ല, നബി ഇല്ല, ബാക്കിയുള്ളവരില്ല, അതില്ല ഇതില്ല എന്ന് പറഞ്ഞിട്ട് നടന്നിട്ട് ഇപ്പൊ അവൾക്ക് അനുഭവിക്കൂടി. നീ അരയ്ക്കുന്ന കീഴ്പിട്ട് നിന്റെ തളർന്നില്ലേ? പടച്ചോൻ തളർത്തിയില്ലേ? നീ തുള്ളി പടച്ചോനെ കുറ്റം പറഞ്ഞ് നബിനെ കുറ്റം പറഞ്ഞ് നീ തുള്ളി നടക്കുമ്പോ പടച്ചോൻ നിന്റെ അരയ്ക്കുന്ന കീഴ്പിട്ട് നിനക്ക് എണ്ണിക്കാൻ പറ്റാത്ത വിധത്തിൽ ബെഡിൽ കടന്ന് മുള്ളണ രീതിയിൽ പടച്ചോനാക്കിയില്ലേ? നിന്നെ ദുബായ് നാട്ടിൽ നിന്ന് അടിച്ചൊതുക്കി ഇടുപ്പിന്റെ എല്ലിനെ പൊട്ടിച്ചിട്ട് വിട്ടില്ലേ അവര്? നിന്റെ തൊള്ള കൊഴുപ്പ് കൊണ്ട് വിട്ടില്ലേ? എന്നിട്ട് നീ നാട്ടിൽ വന്നിട്ട് നിന്റെ ബെഡിൽ നീ കടന്നോട്ട് കടന്ന് മൂത്രം വെച്ച് നിന്റെ മകനല്ലേ എല്ലാം വൃത്തിയാക്കിയിട്ടുണ്ടായിരുന്നത്. എന്നിട്ട് നിനക്ക് നിവർന്ന് നടക്കാൻ നിനക്ക് പറ്റി. ഇപ്പോഴും നിനക്ക് നിവർന്ന് നല്ലപോലെ നടക്കാൻ പറ്റാത്ത പടച്ചോൻ തന്നതാണ്. അതുകൊണ്ട് ഇപ്പൊ പടച്ചോനെ നല്ല സേവിക്കാൻ അറിയാം. അതുകൊണ്ട് പടച്ചോനെ ഭയങ്കര പടച്ചോനെ പേടിയായി. പടച്ചോനുണ്ട് പടച്ചോ മറ്റേത്. എടി നിനക്കൊരു അബദ്ധം പറ്റി, അത് ഞാൻ ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഈ വീഡിയോ എടുത്തതാണ്. ശരിയാണ്, അരയ്ക്ക് താഴ്പോട്ടല്ലടി, മുട്ടിന് ചെറിയ പ്രശ്നമുണ്ട്, അത് സമ്മതിച്ച്. നീ ഇനിയിപ്പോൾ അരയ്ക്ക് താഴോട്ടെന്ന് വെച്ചാൽ കഴുത്തിന് താഴ്പോട്ട് വയ്യായിരുന്നു, ഒരു സൈഡ് പാരലൈസ് ആയിപ്പോയി. അത് എങ്ങനെയാണെന്നറിയാമോ? നിന്റെ കെട്ടിയവൻ നിന്റെ ശല്യം പൊറുക്കാതെ കയറി തൂങ്ങിച്ചത്തില്ലേ? അതുപോലെ അല്ലാതെ നല്ല പോലെ യൗവനത്തിലിരുന്ന മനുഷ്യൻ ഹാർട്ട് അറ്റാക്ക് ഒന്ന് മരണപ്പെട്ടു പോയി. ആ ഒരു വേദന താങ്ങാൻ വയ്യാതെ ഭാര്യയായ ഞാൻ ഒരു വശം കൊണ്ട് തളർന്നു വീണതാണ്. അവിടെ നിന്ന് റിക്കവറായി എഴുന്നേറ്റ് ഇവിടം വരെ എത്തിയിട്ടുണ്ട്. ഇനിയും മുൻപോട്ട് ഞാൻ സെറ്റായി വരും. പടച്ചവൻ ശപിച്ചാണോ എന്ന് വെച്ചാൽ 5 നേരം നിസ്കാരവും അതിനേക്കാൾ കൂടുതൽ ഇബാദത്തും ഈമാനും ഒക്കെ കൊണ്ട് നടന്നിരുന്ന ഒരു വ്യക്തി തന്നെയാണ് ഞാൻ. ഒരു മാറ്റവും അതിനകത്ത് എനിക്ക് വന്നിട്ടില്ല. അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിട്ടുണ്ട്, ആ അഭിപ്രായ വ്യത്യാസങ്ങൾ പറഞ്ഞിട്ടുമുണ്ട്. ചില കാര്യങ്ങളിൽ എനിക്ക് എൻ്റെതായ നിലപാടുകളുണ്ട്, ആ നിലപാട് വ്യത്യാസം വരുമ്പോൾ സംസാരിക്കും. പക്ഷെ ഇതൊന്നും പറഞ്ഞാൽ നിനക്ക് മനസ്സിലാവുന്ന ഒരു പ്രായമല്ല. അത് മാത്രമല്ല, നാട്ടുകാരെ ഊമ്പിക്കാൻ വേണ്ടിയിട്ട് ഈ നിസ്കാര പായലിരുന്നു കൊണ്ട് സർക്കസ് പറയണ നിന്റെ ഉള്ളിലെ ഈമാൻ്റെ വെട്ടമാണ് നിന്റെ നാക്കിൽ വരുന്ന ഈ വികട സരസ്വതി. ഇത് ഞാൻ നിന്നോട് പറയണ എന്താണെന്നറിയാമോ? നിന്നെക്കാൾ നല്ല യൗവനത്തിൽ നല്ല ചുറുചുറുക്കിൽ നടന്ന സ്ത്രീയാണ് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല ഞാൻ ഇങ്ങനെ വീണു പോകുമെന്ന്. ഒരു സൈഡ് തളർന്നു വീഴുക എന്ന് പറഞ്ഞാൽ ഒരു ഗ്ലാസ് വെള്ളം എടുത്ത് കേൾക്കാൻ നമ്മൾ പ്രയാസപ്പെടും. ആരോട് പറയും? നാക്ക് പൊന്തണ്ടേ?
കൈ അനങ്ങില്ല, ഒരു കാഴ്ച പോയി, ഒരു സൈഡ് തളർന്നു പോയി. ആ വേദന അസാധ്യ വേദനയാണ്. ഞാൻ ഒരാൾക്കും അത് വരാൻ ആഗ്രഹിക്കാനില്ല. ഞാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് ആരെയാണ്? ഫിജോയ്ക്ക് ഇത് വരണമെന്നാണ്. കാരണം ഏറ്റവും കൂടുതൽ ഈ ഒരു വിഷയത്തിനെ, ഈ എൻ്റെ ഒരു അസുഖത്തിനെ വളരെ വൾഗറായി പറയുന്നത് ഫിജോയാണ്. അതും നീയും. നിങ്ങൾക്ക് രണ്ടുപേർക്കും ഇത് വരണം. എടി, നടന്നുകൊണ്ട് പോകുന്ന സമയത്ത് ചുമ്മാ ഒന്ന് കാല് തകറി വീണാൽ പോലും ഒരു വശം തീർന്നു പോകും. ഒരു വശമൊന്നല്ല, മൊത്തത്തിൽ കിടന്നു പോകും. നീ ഇന്നലെ അടികൂടാൻ പോയില്ലേ? നീ ഓടുന്ന ഓട്ടത്തിൽ ഓടിത്തെറ്റി വീണ് തല കല്ലിലിടിച്ചാൽ പോലും നീ കിടന്നു പോകും, കോമയിലായി പോകും. തീട്ടം മൂത്രം മാത്രമല്ല, നിനക്ക് തരാൻ പോലും ആരെങ്കിലും വരണം. നീ തെറി വിളിച്ചതിൻ്റെ ഉമ്മ ഓടി വരും. മനസ്സിലായ? അങ്ങനെ ഒരു അവസ്ഥയുണ്ട്. പിന്നെ നീ 5 പൈതലുകളെ പറയുന്നില്ലേ? അല്ലാഹ് കാക്കട്ടെ. 5 പൈതലുകളായതുകൊണ്ട് ഞാൻ ഒന്നും പറയുന്നില്ല. പക്ഷെ ഇതുങ്ങളെ കണ്ടിട്ട് ഇതുങ്ങളെ നീ ഗുണ്ടയാക്കി വളർത്താനുള്ള നിന്റെ ഈ ശ്രമം ഉണ്ടല്ലോ, അതെപ്പോഴും സക്സസ് ആവട്ടെ എന്നേ ഞാൻ പറയണം. മക്കൾ ഗുണ്ടയാവണോടി. അപ്പോഴേ നിന്റെ ആ അളിഞ്ഞ അപ്പത്തിനകത്ത് ആരെങ്കിലും പാര കുത്തി കയറ്റുള്ളൂ. അമ്മാതിരി ഒരു തേവിടി പെണ്ണാണ് നീ. ഇത്രയും വൃത്തികെട്ട നിനക്കിതൊരു ഗമയായിട്ടാണോ തോന്നുന്നത്? ഇത്രയും വൃത്തികെട്ട ഒരു മനോഘടന നിനക്കുള്ളത് നിനക്കൊരു ഗമയായിട്ടാണ് തോന്നുന്നത്? തലയിൽ തട്ടമിട്ടത് കൊണ്ട് എനിക്ക് ഈമാൻ വന്നെന്നുള്ള നിന്റെ തെറ്റിദ്ധാരണ. എനിക്ക് ഈമാനൊന്നും വേണ്ട. എന്നെ സ്നേഹിക്കുന്ന കുറേ മനുഷ്യർ പറഞ്ഞു, അതുകൊണ്ട് അത് ഇട്ടു. അത് ആരെയും ഡ്യൂപ്ലിക്കേറ്റ് അടിക്കാനല്ല. നിന്റെ സ്റ്റേറ്റ്മെൻറ്റ് അവിടെ കിടക്കുന്നത് കൊണ്ടാണ് നീ എടുത്തത് പ്ലേ ചെയ്തത്. ഞാൻ ഒന്നും ഡിലീറ്റ് ചെയ്യാത്തടുത്ത് എനിക്കൊരാളെയും പേടിക്കേണ്ട കാര്യവുമില്ല. തിരുത്തി പറഞ്ഞതായിട്ട് ഒന്നുമില്ല, ഒരു സാധനവുമില്ല. പക്ഷെ നീ അങ്ങനെയല്ല. പടച്ചവനെയും റസൂലിനെയും ഒക്കെ കാണിക്കുന്ന, റസൂലിനെ നീ സ്നേഹിക്കുന്നുണ്ടെന്നും പടച്ചവനെ നീ ഭയങ്കരമായിട്ട് ഭയക്കുന്നുണ്ടെന്നുള്ളത് നിന്റെ നാക്കുണ്ടല്ലോ, അത് കാണുന്നുണ്ട്. നീ പെറ്റതള്ളയെ തള്ളിപ്പറയുകയും തല്ലുകയും സഹോദരങ്ങളെ അടിക്കുകയും തെറി വിളിക്കുകയും നാട്ടുകാരെ കയ്യിൽ നിന്ന് അത്രയും തെറി അഭിഷേകം കേൾക്കുകയും ചെയ്ത 2 കെട്ട ഒരു 3rd റേറ്റ് ക്രിമിനലാണ്. അമ്മാതിരി ഒരു വൃത്തി കെട്ടുള്ളൂ. എനിക്ക് ഇപ്പോഴും ഒരു സോഫ്റ്റ് കോർണർ ഉണ്ടായിരുന്നു എൻ്റെ കൂടെ. പക്ഷെ ഇന്ന് മുതൽ അതില്ല കേട്ടാ. നീ അതിന് ഇവിടുന്ന് എൻ്റെ അടുത്ത് നിന്ന് എക്സ്പെക്ട് ചെയ്യരുത്. നായുടെ മോളെ, നീ പറഞ്ഞ ഈ വാക്കിന് ഇനി ഞാൻ പെറ്റീഷനുമായിട്ടല്ലടി പോണം. നിൻ്റെ അണ്ണാക്കിൽ അടിച്ച് ഞാൻ പൊട്ടിക്കും. അത് ഞാൻ പറഞ്ഞിട്ടാണ് വരുന്നത്. ആർക്കടി നടു തളർന്ന? എൻ്റെ നടു തളർന്നില്ല, ഞാൻ നേരിട്ട് വന്ന് എനിക്ക് കാണിച്ചു തരാം. നീ കണ്ടു നോക്ക്, ഞാൻ എൻ്റെ നടു തളർന്നാണ്. ഇതേപോലെ ഒരു ഡയലോഗ് ജെട്ടി ജിനു പറഞ്ഞായിരുന്നു. അവനോട് ചോദിച്ചു നോക്ക്, ഷെഫീന എന്താ ചെയ്തതെന്ന്. ഒരാളുടെ വീട്ടിൽ അതിക്രമിച്ച് കിടക്കുക, അയാളുടെ ഭാര്യയെയും കുഞ്ഞിനെയും ചേർത്ത് പറയുക, ഒരു പൊടി 2 പൊടി പെമ്പുള്ളരയിലെ നീ വേശിന്ന് വിളിച്ച. പുഴുത്ത വേശി ആയതുകൊണ്ടല്ലേ നീ പൊടി മക്കളെ നോക്കി വേശിന്ന് വിളിച്ചത്. നിന്റെ ചുറ്റും നിൽക്കുന്ന ഗുണ്ടകളാണ് ആ പിള്ളേർ. വെറും ഗുണ്ടകളാണ്, എരണം കെട്ട ഗുണ്ടകൾ. മനസ്സിലായ? അത്രയും വലിയ ക്രിമിനലുകളാകുമെന്ന് CWCക്ക് ഞാൻ പരാതി കൊടുത്തിട്ട് ഞാൻ മൈൽഡാക്കിയത്. 5 കുട്ടികൾ ജീവിച്ചു പോകണമെങ്കിൽ ജീവിച്ചു പോട്ടെ, പക്ഷേ എരണം കെട്ടവളായി നിന്റെ കൂടെ ജീവിക്കുന്നതിലും ഭേദം ആ കുഞ്ഞുങ്ങൾ എത്തിങ്ങാനെ ജീവിക്കുന്നതാണ്. നിന്നെപ്പോലൊരു ഹറാമി അലവലാതിക്കൊണ്ടായ മലരിൻ്റെ കൂടെ ആ കുട്ടികൾ ജീവിക്കുന്നതിലും ഭേദം അതുങ്ങൾ എത്തിങ്ങാനെ ജീവിക്കുന്നതിന്. വെറുതെ എടുത്തു വെച്ച് നോക്കിയതാണ്, അപ്പം കണ്ടതാണ്. ഏതായാലും ബാക്കി കേൾക്കാം. കുറെ പൊട്ടുകൊണ്ടിട്ട് കുറെ കൂടി ഇവിടെ നിന്ന് കൂടിയോടും അവള് ഹിന്ദുവിനെ 3 മറ്റേ കെട്ടി. 2 ഫസ്റ്റ് കെട്ടി. രണ്ട് മക്കളും ഏതൊക്കെയോ ഇതിലുണ്ടായ 2 മക്കള്. അത് കഴിഞ്ഞിട്ട് ഇപ്പൊ ഒരു 10-22 വയസ്സ്. ഇങ്ങനെ നീ കണക്ക് പറയുകയാണെങ്കിൽ 5 പ്രാവശ്യം നീ ഏവൻ്റെയൊക്കെ കൂടെ കിടന്നുണ്ടാക്കിയതല്ലേ നിന്റെ 5 എണ്ണം ആണോടി? നീ 5 എണ്ണത്തിന് 5 പേരോടെ കിടന്ന് പിഴച്ചുണ്ടായതല്ലേടി നാറി. മാപ്പിള ചത്ത് കിടന്ന് യുദ്ധ പീരീഡ് കഴിയുന്നതിന് മുമ്പേ വേറൊരുത്തിന് പോയി അപ്പം കാഴ്ച വെച്ചോളല്ലേ നീ? ആണോ? ഇപ്പം വേറൊരുത്തൻ്റെ കൂടെയല്ലേ നീ താമസിക്കുന്നത്? ദിനം ശരി അപ്പം വിറ്റ് ജീവിക്കാൻ പറ്റാത്തതുകൊണ്ടല്ലേ പെറ്റതള്ളെ അടിച്ച് പുറത്താക്കിയത്. ഞങ്ങളെയൊന്നും ആരും അങ്ങനെ പറയാത്തത്. നീ വായ്ത്താളം അടിക്കുന്നതിനപ്പുറം ഞങ്ങളെ കുടുംബക്കാരോ ഞങ്ങളുടെ അയൽപക്കക്കാരോ ഒന്നുമില്ല. നീ എൻ്റെ നാട്ടിൽ വന്നൊന്ന് അന്വേഷിച്ച് നോക്കടി. നിന്നെ പറയുന്നതാണോ കാണാൻ എന്നെ പറയണത്? ലോക ഗുണ്ടി. ഹോട്ടൽ മുറിയിൽ നിന്ന് പിടിക്കുക ആരാ? നിന്റെ ഉമ്മായ നിന്നെയോ? അങ്ങനെ ഉണ്ടാവുമായിരിക്കും. അങ്ങനെ പിഴച്ചുണ്ടായാലേ ഇതുപോലത്തെ വർത്തമാനം പറയുള്ളൂ. ഹോട്ടൽ മുറിയിൽ നിന്ന് പിടിച്ചാ മയിരെ നീ ഈ പറഞ്ഞതിന് നിനക്ക് ഞാൻ മറുപടി തരും. ഞാൻ എന്നിട്ട് അവൾക്ക് വലിയ പുണ്യാളത്തി അങ്ങനെയാണ്, മുസ്ലിങ്ങൾ ഇങ്ങനെയാണ്, മുസ്ലിങ്ങൾ അങ്ങനെയാണ്, ഒത്തോണ് ഇട്ടോണ് ആനയാണ് ചേനയാണ്, പഠിച്ചോനുണ്ട്, പണ്ട് പഠിച്ചോനില്ല. എടി, മുസ്ലിങ്ങൾ നല്ലത് തന്നെയാണ്, പക്ഷെ നിന്നെ പോലെ കുറെ പിഴച്ച ജന്തുക്കളുണ്ട്. നീ പെറ്റ 5 എണ്ണം ഹറാമിയാണ്. ഹറാത്തിൽ പറഞ്ഞ 5 പിള്ളേരെയും കൊണ്ട് ഹറാം പറഞ്ഞ് ജീവിക്കുന്ന നിന്നെ പോലൊരു ഹറാമിക്ക് ഇസ്ലാം എന്ന പേര് യോജിക്കത്തില്ലടി. നീ ഇസ്ലാമേ അല്ല, നീ ഹറാത്തിൽ പറഞ്ഞുണ്ടായ ഹറാമിയാണ്. നബി സുന്നത്ത് കല്യാണം കഴിച്ചിട്ടില്ല, നബി വേശ്യാലയം വെച്ചോണ്ടിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞ നാറി. ഇപ്പൊ എന്തായി? ഇതൊക്കെ ഞാൻ എവിടെ പറഞ്ഞിടേ? എനിക്കറിയാൻ വയ്യ. നല്ല സൂപ്പറായി. എന്റെ ഇടുപ്പ് ഒടിക്കാനുള്ള ആംബിയർ ഭൂമി മലയാളത്തിൽ ഒരുത്തനിക്കും ഇല്ല. അങ്ങനെ ഒരു ആംബിയർ ആർക്കും ഇല്ല. പക്ഷെ നിന്റെ ഇടുപ്പ് ഞാൻ ചവിട്ടി ഓടിച്ച് അവിടെ ഇട്ടു. നീ ഈ അവസ്ഥ, എൻ്റെ ഇതേ അവസ്ഥയിൽ നീ അവിടെ കിടന്ന് പെട്ടക്കണം, ഞാൻ കാണിച്ചു തരാം.
അവൾക്ക് പഠിച്ചോണ്ട് പേടി അങ്ങനെ ഉണ്ടാവുള്ളൂ. കൊച്ചിനെ കൊണ്ട് വിളിപ്പിക്കുന്നതാണ് വേശിന്ന്. പൊടി ചെറുക്കം വിളിക്കുന്നതാണ് കേട്ടുള്ള വേശി. ഇത്ര ഉമ്മ പഠിപ്പിക്കുന്നതാ, ഉമ്മയുടെ ക്വാളിറ്റിയാ. ഉമ്മ പഠിപ്പിക്കുന്നതാ കൊച്ചിനെ കൊണ്ട് വിളിപ്പിക്കുന്ന വേശിന്ന്. എങ്ങനെയുണ്ട് ഇത്? ആകെ പിരികുട്ടിയാ. ബാക്കിയും കൂടെ പറ. എന്ന് പറഞ്ഞ് നടക്കുന്ന ആളില്ല. അവള് പഠിച്ചോനൊന്നുമല്ല, നബിയൊന്നുമല്ല. അതെന്തോ കമന്റ് എന്തോ വന്നേ? അങ്ങനെയൊക്കെ എടുക്കും ഓരോ കാര്യങ്ങൾക്ക് വരുന്ന ആൾക്കാർ. പിന്നെ അങ്ങനത്തെ ഒരാളെന്നെ പഠിച്ചോനൊന്നും ഇല്ല എന്ന് പറഞ്ഞ് നടക്കുന്ന ആളില്ല. അവള് പഠിച്ചോനൊന്നുമല്ല, നബിയൊന്നുമല്ല. നബിനെ എന്തൊക്കെ പൂരത്തെറിയാണ് നമ്മുടെ നബിനെ കുറിച്ച് അവൾ പറഞ്ഞിട്ടുണ്ടായിരുന്നറിയോ? നമ്മുടെ നബിയാ? എന്താ നിന്റെ നബിയാ? അതെന്ത് നിനക്ക് തീരെഴുതി തന്ന? അല്ല, നീ വിശ്വസിക്കുന്ന മതം ഇങ്ങനെയൊക്കെയാണ് നിന്നെ പഠിപ്പിച്ചത്. ഇസ്ലാം മതം ഇതാണെങ്കിൽ എനിക്ക് ആ മതം വേണ്ടടി, എനിക്ക് ആ മതം വേണ്ടെന്ന് തന്നെ പറയും. ഇസ്ലാം ഇതാണെങ്കിൽ അവിടെയുള്ള മുസ്ലിങ്ങളായിട്ടുള്ള മലരന്മാരോട് എനിക്ക് പറയാനുള്ളത്, നീയൊക്കെ ഇവളെ വെച്ചിട്ട് ഇങ്ങനെയാണ് പറയിക്കുന്നതെങ്കിൽ ഈ മതം ഇതിനേക്കാൾ വൾഗറായി ആളുകൾ എടുത്തു വെച്ച് അവഹേളിക്കണം. മനസ്സിലായില്ലേ? നീയൊക്കെ അവിടെ ഉണ്ടോ? ഒരു സ്ത്രീ ഇരുന്നു കൊണ്ട് പരമ തെണ്ടിത്തരം ചെറ്റതരം ഇരുന്നു കൊണ്ട് പറയുന്ന എല്ലാവരെയും ഒരാളെയും വിടാതിരുന്ന് പച്ച പോക്കൃത്തരം പറയുന്ന നിങ്ങളത് കേട്ടുകൊണ്ട് മിണ്ടാതിരുന്നിട്ട് ഇതാണോ ഇസ്ലാമിയത്ത്? ഇതിനെയാണോ മുസ്ലിം എന്ന് പറയുന്നത്? ഇതിനെയാണോ മുസ്ലിം സ്ത്രീ എന്ന് പറയുന്നത്? നബിന്റെ സുന്നത്തെല്ലാം കേട്ടില്ല എന്തൊക്കെയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്ന ആൾ. എന്നിട്ട് അവളെ സപ്പോർട്ട് ചെയ്യാൻ കുറെ തെറ്റുകളുണ്ട്. അവളെ സപ്പോർട്ട് ചെയ്യാൻ കുറെ തെറ്റുകളുണ്ട്. അപ്പം നിനക്ക് മനസ്സിലായില്ലേ സപ്പോർട്ടിങ് ഉണ്ടെന്ന്? എന്നെ സപ്പോർട്ട് ചെയ്യാൻ കുറെ പേരുണ്ടെന്ന് നിനക്ക് മനസ്സിലായില്ലേ? നിന്നെ പോലെ തന്തയില്ലാത്തവർക്ക് സപ്പോർട്ട് ചെയ്യാൻ വരും നിന്റെ അപ്പം കണ്ട് കഴപ്പളവിയന്മാര്. അത്രേ ഉള്ളൂ. ഇവിടെ അതല്ല, ആശയമാണ്. ആശയം പ്രത്യാശയമാണ്. അതൊന്നും പറഞ്ഞാൽ എനിക്ക് മനസ്സിലാവുന്ന നോളജ് ഇല്ലാത്തതുകൊണ്ട് ഞാനൊന്നും പറയുന്നില്ല. 2-3 രൂപയ്ക്ക് ബസ് സ്റ്റാൻഡിൽ പോയി മലന്ന് കൊടുക്കണം. നിനക്ക് എങ്ങനെ അറിയാടി എന്താണ് ക്വാളിറ്റി എന്ന്, എന്താണ് മറ്റുള്ളവരുടെ ഇതെന്ന്? ഷെരീഫ് എന്നെ കാണുന്നുണ്ടെങ്കിൽ എന്നെയും കൂടെ കക്ഷി ചേർക്കുക. ഞാൻ നിങ്ങൾക്കൊപ്പം കക്ഷി ചേരാൻ തയ്യാറാണ്. എനിക്ക് കുറച്ച് സമയം, അതായത് ഒരു 10 ദിവസം അതിനുള്ളിൽ ഞാൻ അവിടെ എത്തും. നിങ്ങളുടെ കേസിൽ ഞാനും കക്ഷി ചേരും, എനിക്കും കക്ഷി ചേരണം. പ്രത്യേകിച്ച് പോക്സോ ക്രൈമിൽ ഈ നായിൻ്റെ മുള പിടിച്ച് അകത്താക്കിയിട്ട് എന്നെ വേറെ കാര്യം. അവള് പറയണപ്പോ അങ്ങനെയാണ് ഇങ്ങനെയാണ് നല്ലതാണ്. അവൾ വായി വരെ പൂരെ തെറിപ്പാട്ടിന് കൂട്ട് നിങ്ങൾ കുറേ ജന്മങ്ങൾ. നിന്നെ പോലെ വേഷപ്പൊലാടിയല്ലല്ലോടി ഞാൻ. നാട്ടിൽ പോയി നാട്ടിലെ ആണുങ്ങളുടെ നെഞ്ചത്ത് കയറാൻ വേണ്ടിയിട്ട് പച്ചത്തെറി വിളിച്ച നിന്നെ അത്രയും തെറി ഞാൻ വിളിക്കുന്നില്ല. നീ ഭൂലോക തെറിച്ചിയല്ലേ? വെറും തെറിച്ച് കാണാം, വെടിത്തെറിച്ച്, വെടിച്ച് തെറിച്ച്. ഷാജിമോളെ ഒരുപാട് ഇഷ്ടം. താങ്ക് യു. എടാ കൊച്ചേർക്ക, തെറുത്താത്ത നിന്റെ ഉമ്മ തോ നാട്ടിലിറങ്ങിക്കിടന്ന് നാട്ടുകാരെ ഇതിലേക്ക് ഇരുന്ന്. കൊച്ചു മയിലേ, നീ എൻ്റെ കൈ കൊണ്ട് അടി നീ വാങ്ങിക്കും കേട്ടാ നാറി. നീ ഉമ്മയൊക്കെ കൊടുത്ത് സേഫ് ചെയ്ത് വെച്ചോ. എൻ്റെ മുമ്പിലെങ്ങാണം വെച്ച ഈ മയിലുകൾ വല്ലതും പറയണം, അടി ഈ നായ്ക്കൊക്കെ കിട്ടും. മനസ്സിലായില്ലേ? കളയുണ്ടാക്കി വെച്ചിരിക്കുന്ന എന്റെ കുട്ടി അറിയാണ്ട് സത്യം പറഞ്ഞല്ല. ആ ഷെരീഫ് നാറി വിളിച്ചോണ്ടിരുന്ന വേശി വേശി വേശിന്ന് പറഞ്ഞാൽ അവൻ കേട്ടിട്ട് പറഞ്ഞാടി നാറി. എന്റെ കുട്ടീനെ മുന്നിൽ വെച്ചിട്ടാടി അവൻ എന്നെ വേശിയാണ് കണ്ടവന്മാരുടെ കൂടെ കടന്നിട്ടാണ് പൈസ ഉണ്ടാക്കാൻ. ഇവളൊന്നും വിളിച്ചില്ല കേട്ടാ. ഇവൾ അവിടെ വെച്ചൊന്നും വിളിച്ചില്ല. ഇവൾ ആ കൊച്ചിനെ പൊടി മോളെ വരെ അങ്ങനെ കയറി വിളിച്ച്. ഇവള് വിളിച്ചില്ല. ഇവള് വിളിച്ചത് ആരും കേട്ടതും ഇല്ല. അവൻ എന്റെ മക്കളുടെ മുന്നിൽ വെച്ചിട്ടാണ് നാറ് ഷെരീഫ് പറഞ്ഞത്. ചേറ്റ ഷെരീഫ് ഷാജിദ, നീ ആരെ വെറുതെ ഷെഫിനെ വെറുതെ ഷെഫിനെ അല്ല, ഷെഫീനാന്റെ കണ്ടിട്ട് കണക്കില്ല. ഷെഫീനാന്റെ അന്യായികൾക്ക് പണ്ട് പൂരി കണ്ടിരുന്നു. ഇപ്പോഴാണ് അവളൊന്ന് അരയ്ക്കുന്നത്. ഇവിടെ തളർന്നപ്പോ ഒന്ന് ഒതുങ്ങിയത് അവൾ ഇപ്പോഴാണ്. അതിന് ശേഷം അവൾക്ക് കിട്ടി കണക്കില്ല, അടിക്ക് കിട്ടി കണക്ക്. അവളാണ് നാട് വിട്ട് ഓടിക്കൊണ്ടിരിക്കുന്നത്. കോട്ടയം, കൊച്ചി അല്ലെങ്കിൽ തിരുവനന്തപുരത്ത് അവളുടെ നാട്ടിൽ നിന്നൊക്കെ അവൾ എന്നോ ഓടിയതാണ്. എന്തൊരു കാര്യോ പറഞ്ഞങ്ങ് തള്ളി മറിപ്പു. അടിയുണ്ട് ഓടി വേച്ചിട്ട് പോവാടി അവരാതി. ഈ അവരാതിയുടെ വർത്താനം പറഞ്ഞോണ്ടിരുന്നിട്ട് കാര്യമില്ല. ഒരു കാര്യം പറയാനാണ് വന്നത്. ഇടുപ്പൊടിഞ്ഞു, ഇടുപ്പ് പ്രശ്നം, മറ്റത് പ്രശ്നം, മറിച്ചത് പ്രശ്നം. ശരി, സാരമില്ല. അടി കൊണ്ട് ഇടി കൊണ്ട് തെളിവില്ല. പക്ഷെ ഇങ്ങനെ പറഞ്ഞോട്ടെ, കുഴപ്പമില്ല. അവൾക്കതിൽ സന്തോഷം കിട്ടുന്നെങ്കിൽ പറഞ്ഞോട്ടെ. പക്ഷെ ഞാൻ ആ നാട്ടുകാരോട് പറയുന്നതാണ്, മൊബൈൽ ഒരെണ്ണം കൂടെ വാങ്ങിച്ചെറിഞ്ഞ് പൊട്ടിക്കണം. അതോടെ തീരും കുത്തിക്കഴപ്പ്. കുറച്ച് ചിലവാക്കട്ടെ എന്ന് വെക്കണം. പിടിച്ച് 2 പൊട്ടിക്കാതെ ഇതിൽ ഒരു മാർഗവും നിങ്ങൾ പ്രതീക്ഷിക്കുക പോലും വേണ്ട. ഈ പെണ്ണ് നന്നാവുമെന്ന് നിങ്ങൾ ചിന്തിക്കുക പോലും വേണ്ട.
അടിയോട് അണ്ണൻ തമ്പി എടുക്കൂല എന്നാണ്. ഇവക്ക് നല്ല അടിയാണ് കൊടുക്കേണ്ടത്. ആ ചെറുക്കൻ്റെ വീട്ടിൽ പോയി കാണിച്ച പോക്കൃത്തരം നിങ്ങൾ കണ്ടതല്ലേ. ഇനി അവൻ പറഞ്ഞു, അവൻ വീഡിയോ ഇട്ടു എന്ന് പറഞ്ഞാൽ എങ്ങനെ വീഡിയോ എത്രയോ പേരിട്ട്, എന്താ ബാക്കിയുള്ളവരുടെ അടുത്ത് ഇവൾ പോവാത്തെ? ഇവളുടെ സഹോദരൻ മുത്തു അവിടെ ഉണ്ടല്ലോ, എന്താ അവിടെ പോവാത്തെ? എന്താ അവിടെ പോകണമെന്ന് ഇവക്കില്ലേ? എന്ത് തോന്നിവാസവും വിളിച്ച് പറയാതെ കേട്ടുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. ഇനി ഷെഫീനയുടെ കാര്യം കുറേയൊക്കെ പറയുന്നുണ്ട്. ഷെഫീനയുടെ ഉമ്മ ഇവിടെ ഉണ്ടായിരുന്നു ഒരു മാസം, ഒരാഴ്ചത്തോളം ഷെഫീനയുടെ ഉമ്മ ഷെഫീനക്കൊപ്പം ഉണ്ടായിരുന്നു. ഇവിടെ ഉണ്ടായിരുന്നല്ലോടി. എൻ്റെ ഉമ്മ എൻ്റെ ഒപ്പം ഉണ്ട്. നിൻ്റെ ഉമ്മച്ചി എവിടെ? അതിനകത്തുണ്ട് നീ എത്ര പേരെ നടി വാങ്ങിച്ചത്. നാട്ടിലുള്ള ആണുങ്ങൾ അത്രയും വീട്ടിൽ കയറി എൻ്റെ അപ്പത്തിൽ അടിച്ചിട്ട് പോയ കഥയൊക്കെ ഞാനും അറിഞ്ഞിട്ടുണ്ട്. എനിക്ക് പിന്നെ അതൊന്നും പറയാൻ വയ്യടി. എനിക്ക് അത്രയും നാണം കെടാൻ വയ്യ. നിന്നെപ്പോലെ ഒരു തൊട്ടി റാസ്കലിൻ്റെ കഥ പറഞ്ഞുകൊണ്ടിരിക്കാൻ എനിക്ക് താല്പര്യമില്ല. ഏതാ പുഴുത്ത ശവങ്ങളില്ലേ, നീ ഏവൻ്റെയൊക്കെ കൂടെ പോയി കിടന്നുണ്ടാക്കിയ നിൻ്റെ പുഴുത്ത 5 ശവങ്ങളില്ലേ, 5 ശവങ്ങൾക്കാണ് ഇനി അടി എൻ്റെ നിന്ന് കിട്ടാൻ പോണത്. മനസ്സിലായോ? നിൻ്റെ മുമ്പിലിട്ട് നിൻ്റെ 5 പിള്ളേർക്കിട്ട് പൊട്ടിക്കുമ്പോഴേ നീ പഠിക്കും. നിനക്ക് അപ്പോഴേ കുഴുപ്പ് തീരുള്ളൂ. നിൻ്റെ അപ്പത്തിലടിച്ചത് പോരാതെ നിനക്ക് നല്ല അടിയുടെ കുറവാണ്.